CPM സംസ്ഥാന കമ്മിറ്റി അംഗം VP മുസ്തഫ കൂടി നമുക്ക് VP മുസ്തഫ വളരെ കൃത്യമായി തന്നെയാണ് ഷാജി നൈസായി ഒഴിഞ്ഞു മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. വളരെ എങ്ങനെയാണ് VC-മാർ സംഘപരിവാർ വേദിയിൽ RSSന്റെ വേദിയിൽ പങ്കെടുത്തതെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അത് ഞാനിപ്പോൾ പ്രതികരിക്കുന്നില്ല, നിങ്ങൾ എപ്പോഴും ചോദ്യം ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഞാൻ പ്രതികരിക്കേണ്ടതില്ലല്ലോ. എന്തൊരു ഒഴിഞ്ഞുമാറൽ! സംഘപരിവാറിനോട് ഇവർ എടുത്ത നിലപാട് രണ്ടും രണ്ടല്ല ഒന്നെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. വളരെ കൃത്യമാണ് നമ്മുടെ മുന്നിലെ അനുഭവം. ഒന്ന്, മന്ത്രിമാർ എന്ന് പറയുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അവര് തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. എന്താണ് മന്ത്രി എന്നുള്ള നിലയിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം, അത് നിർവഹിക്കാൻ സന്നദ്ധമാകാതിരിക്കുകയാണ്. രണ്ടാമത്തെ വിഷയം, തെരഞ്ഞെടുപ്പ് സമയത്ത് CPM BJP ഡീൽ എന്ന വ്യാജ പ്രചരണമാണ് അവരഴിച്ചുവിട്ടത്. എന്നാൽ ഭരണത്തിൽ ഏറിയതോടുകൂടി UDF BJP ഡീലിന്റെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPIM-ഉം LDF-ഉം പറഞ്ഞതാണ്. ഈ CPM BJP ഡീൽ എന്ന് പറയുന്നത് ഒരു പുകമറയായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ്. യഥാർത്ഥ ഡീൽ എന്ന് പറയുന്നത് UDF-ഉം BJP-യും അതുപോലെ ന്യൂനപക്ഷ വർഗീയ സംഘടനകളും തമ്മിലാണ്. പക്ഷെ അത് ദൗർഭാഗ്യവശാൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ വേണ്ടത്ര LDF പറഞ്ഞ ആ നരേഷൻ സ്വീകരിക്കപ്പെട്ടില്ല. എന്നാൽ അന്ന് LDF പറഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് LDF പറഞ്ഞ കാര്യം ഇന്നിപ്പോ പകൽ പോലെ വ്യക്തമാവുകയാണ്. നിങ്ങൾ കാണേണ്ടത് KM ഷാജി ഈ RSSനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന ഒരു പ്രസ്താവന നടത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അത് കേവലം അദ്ദേഹം ഈ വിഷയം പഠിക്കാത്തത് കൊണ്ട് മറ്റൊന്നുമല്ല. അദ്ദേഹം നേരത്തെ യൂത്ത് ലീഗിന്റെ നേതാവായിരിക്കുമ്പോൾ ആദ്യം അദ്ദേഹം MLA ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഗുജറാത്തിനെ കുറിച്ചും അന്ന് അവിടെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ ഭരണത്തെക്കുറിച്ചും പറഞ്ഞൊരു പ്രസംഗം നമുക്ക് യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. നമ്മളത് കാണേണ്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഒന്ന് ഗുജറാത്ത് കലാപം, മുസ്ലിം ന്യൂനപക്ഷം വേട്ടയാടപ്പെട്ട RSSന്റെ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അതിനെ തള്ളി പറയുകയാണ്. നരേന്ദ്രമോദിയുടെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഭരണം വളരെ മാതൃകാപരമായ ഭരണമാണ് എന്നാണ് ഈ KM ഷാജി പറഞ്ഞത്. അന്ന് തൊട്ടേ ഇങ്ങനെ ഒരു ഡീലുണ്ട്. അദ്ദേഹം നേരത്തെ അഴീക്കോട് മണ്ഡലത്തിൽ ജയിക്കുമ്പോൾ അന്ന് BJP-യുമായിട്ട് ഡീലുണ്ടാക്കിയ ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും RSSനെ മുറിപ്പെടുത്തുന്ന, RSSനെ നോയിപ്പിക്കുന്ന ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി കഴിയില്ല. ഇത് വെറുതെ അങ്ങ് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നതല്ല. RSSന് അതേസമയം നിങ്ങൾ ഇന്ന് അവിടെ CPM-നെ കുറിച്ചോ പിണറായി വിജയനെ കുറിച്ചോ അദ്ദേഹത്തോട് ചോദിച്ചു നോക്കുമായിരുന്നു, അദ്ദേഹത്തോട് ഉത്തരം പറയുമായിരുന്നു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഉത്തരം പറയും. കാസർഗോഡ് ജില്ലയിൽ ഇന്ന് അദ്ദേഹം ഉണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് അദ്ദേഹത്തോട് ഉച്ചയ്ക്ക് ശേഷം ഈ ചോദ്യം ഒഴിവാക്കിയിട്ട് CPM-നോടോ നിങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം ഞാൻ പറയേണ്ടതില്ലല്ലോ എന്ന നിലപാടെടുക്കില്ല. അദ്ദേഹം കൃത്യമായിട്ട് സമയമെടുത്ത് CPM-നെയും പിണറായി വിജയനെയും എല്ലാം ആക്ഷേപിക്കുന്ന പ്രസ്താവന നടത്തുമായിരുന്നു. ഒരു രാഷ്ട്രീയ വിമർശനം മാത്രം. താങ്കൾ പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറഞ്ഞാൽ, അതായത് നിരന്തരം ഇടതുപക്ഷത്തിനെതിരെയും പിണറായിയെക്കുറിച്ചും എപ്പോൾ ചോദിച്ചാലും പ്രതികരിക്കുകയും സംഘപരിവാറിനെക്കുറിച്ച് മോദിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെ വിമർശിക്കാതിരിക്കുകയും മോദിയെ പൊഴുത്തുകയും ചെയ്യുന്ന ഷാജിയുടെയും ലീഗിൻ്റെ അടക്കം നിലപാട്. ഒരുപക്ഷെ താങ്കൾ പറഞ്ഞതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അയോധ്യ വിഷയത്തിൽ അവിടെ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹമാണ് നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞ ലീഗിൻ്റെ തങ്ങളെക്കുറിച്ച് കൂടി ഈ സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ടി വരുന്നുണ്ട്. CVPP തീർച്ചയായിട്ടും സജീവ് പറഞ്ഞതാണ് ശരി. കാരണം എന്താ വെച്ചാൽ ഇവിടെ കേരളത്തിലെ UDF-ന്റെ, അത് കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും, അവർ കൈക്കൊണ്ടുവരുന്ന സമീപനം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയെയോ സംഘപരിവാറിനെയോ പിണക്കാതിരിക്കുക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ ഏതെങ്കിലും ഒരാളുടെയോ മാത്രം ശൈലിയല്ല. ആകെ കേരളത്തിലെ UDF നേതൃത്വത്തിന്റെ ആകെ, അത് കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും അവരെല്ലാം ഉൾപ്പെടുന്ന ഈ നേതൃത്വത്തിന്റെ ആകെ സമീപനമാണ് നരേന്ദ്രമോദിയെ പിണക്കാതിരിക്കുക, സംഘപരിവാറിനെ പിണക്കാതിരിക്കുക. അതുകൊണ്ടാണല്ലോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്, ഗവർണറുമായിട്ട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല, കേന്ദ്ര സർക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ഞങ്ങളില്ല. എങ്ങനെയാണ് ഒരു മുൻവിധിയായിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ്, ഒരു സമീപനം അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്നത്? കേരളത്തെ അവഗണിക്കുന്ന, ന്യായമായ കേരളത്തിന്റെ അവകാശങ്ങൾ, ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കേന്ദ്ര സർക്കാർ നിഷേധിച്ചാൽ ഒരു ഭരണത്തലവൻ എന്നുള്ള നിലയിൽ ഗവർണർ നിർവഹിക്കേണ്ട സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് പകരം കേന്ദ്ര സർക്കാരിന്റെ ഒരു ഏജന്റായിട്ട് സംസ്ഥാനത്തെ മോശമാക്കുന്ന അല്ലെങ്കിൽ ഭരണസ്തംഭനം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ചു പോകുന്ന ഗവർണറോട് ഏറ്റുമുട്ടലല്ലാതെ പിന്നെ എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും? അപ്പൊ ഇത് വളരെ കൃത്യമാണ്. ഈ സംഘപരിവാറിനെ പിണക്കാതിരിക്കുക എന്ന് പറയുന്നത്
VD സതീശൻ മുതൽ UDFന്റെ എല്ലാ നേതൃത്വവും, അത് KM ഷാജിയും നേരത്തെ പറഞ്ഞതുപോലെ സാദിഖലി തങ്ങളും എല്ലാം ഉൾപ്പെടെ സ്വീകരിച്ചു വരുന്ന ഒരു സമീപനമാണ്. അത് വലിയ നിലയിൽ അവർക്ക് പിന്നെ അങ്ങനെ ഒരു നിലപാടേ അവർക്ക് എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ RSSന്റെ പക്ഷപാതികളായിട്ടുള്ള VC-മാരുണ്ടായിത്തീരുന്നത്. ആ VC നിയമനത്തിൽ ഇപ്പൊ ചർച്ച നമ്മളെന്താ, VC-മാര് RSSന്റെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന കുറിച്ച്. അവര് പങ്കെടുക്കാതിരിക്കുമെന്ന് അവരുടെ നിയമനത്തെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ MG VC അയാളുടെ നിയമനത്തെ കുറിച്ച് ഇന്നേ വരെ ഒരു വാക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ടോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയുന്നുണ്ടോ? അപ്പൊ ഇത് അല്ല, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടിട്ടില്ല CVPP. മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? മുഖ്യമന്ത്രി അത് പറഞ്ഞത് മുൻപും ഇത്തരത്തിൽ സംഘപരിവാർ അനുകൂലികളെ VC-മാരാക്കിയിട്ട് ഇപ്പോഴെന്താണ് പ്രശ്നം എന്നാണ് ചോദിച്ചത്. അങ്ങനെ അതാണ് ഒരു രാഷ്ട്രീയ ജാഗ്രത എന്ന് പറയുന്നത്. VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ എന്താണ് ഇവർ നടത്തിയ ഡീൽ എന്നുള്ളത് കൃത്യമാണ്. ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് 30 സീറ്റുകളുടെ ധാരണ, 30 സീറ്റുകളിൽ മാത്രമല്ലായിരുന്നു ധാരണ എന്നാണ് നമുക്കിപ്പോൾ ബോധ്യം വന്നത്. കോലീബി അല്ല, പഴയ വടകരയിലെ കോലീബി അല്ല, അതിനേക്കാൾ വിപുലമായ ഒരു മഴവിൽ സഖ്യമായിരുന്നു ഇത്തവണ വിജയത്തിന് അടിത്തറ പാകിയതെന്ന്, UDFന്റെ വിജയത്തിന് അടിത്തറ പാകിയതെന്ന് ഈ അവസാന നിമിഷത്തിലെ ഈ സംഭവം കൂടി എടുത്ത് പറയുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണത്തിനെതിരായിട്ട് LDF സർക്കാർ കൈക്കൊണ്ട നിലപാടുണ്ട്. LDFന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ CPM-ഉം അതുപോലെ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും കൈക്കൊണ്ട നിലപാട് നമ്മുടെ മുന്നിലാണല്ലോ. കേരളത്തിൽ LDF ഭരണത്തിൽ ഇരിക്കുമ്പോഴാണ് അന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ഗവർണർ 2019 ചുമതലയേറ്റ് നമ്മുടെ സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലയിലുള്ള കാവ്യവൽക്കരണത്തിന് ശ്രമിച്ചപ്പോൾ ആ കാവ്യവൽക്കരണത്തിന് കൊടപിടിച്ചു കൊടുക്കാനല്ലല്ലോ നമ്മൾ ശ്രമിച്ചത്. ഏറ്റവും ശക്തമായ പോരാട്ടം അന്ന് എത്ര SFI പ്രവർത്തകർ LDF കേരളം ഭരിക്കുമ്പോൾ പോലും ഈ ഗവർണറുടെ കേരള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ സമീപനങ്ങൾക്കെതിരായി, കാവ്യവൽക്കരണത്തിനെതിരായ അതിശക്തമായ പോരാട്ടം നടത്തി കേസുകളിൽപ്പെട്ടു. പെൺകുട്ടികൾ ഉൾപ്പെടെ ദീർഘനാൾ ജയിലിൽ കഴിയേണ്ടി വന്നു. ഇതെല്ലാം നമ്മുടെ മുന്നിലെ അനുഭവമല്ലേ? എന്തുകൊണ്ട് അതുപോലെ ഒരു ചെറുത്തുനിൽപ്പ്, അങ്ങനെ വർഗീയ രാഷ്ട്രീയത്തോട്, RSSന്റെ സംഘപരിവാർ രാഷ്ട്രീയത്തോട് പ്രതിബദ്ധതയോടുകൂടിയുള്ള ഒരു നിലപാടുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ. പക്ഷെ അത് ചെയ്യില്ല. അതാണല്ലോ നിങ്ങൾ നോക്ക്, രാജ്യം മുഴുവൻ RSSനെയും BJP-യെയും രാഹുൽ ഗാന്ധി എതിർക്കുന്നു. എന്നാൽ കേരളത്തിന്റെ കാര്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ? എനിക്ക് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കാൻ, അദ്ദേഹത്തെ ആലിംഗനം ചെയ്യാൻ യാതൊരു മടിയുമില്ല. പാർലമെന്റിൽ അദ്ദേഹത്തിനെതിരായി പ്രസംഗം നടത്തി. പക്ഷേ ക്ഷമാപണം എന്ന പോലെ ഓടിച്ചെന്ന് നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്നു. കേരളത്തിൽ CPM-നെ അദ്ദേഹം വിമർശിക്കട്ടെ, പിണറായി വിജയൻ അദ്ദേഹം വിമർശിക്കട്ടെ. പക്ഷെ പിണറായി വിജയനെ എനിക്ക് ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പൊ നരേന്ദ്രമോദിക്കെതിരായിട്ട് പ്രസംഗം നടത്താം, പക്ഷെ നരേന്ദ്രമോദി ആലിംഗനം ചെയ്യാൻ BJP-യുടെ രാഷ്ട്രീയവുമായിട്ടല്ലേ രാജ്യം മുഴുവൻ കോൺഗ്രസ് സംഘർഷത്തിൽ ഏർപ്പെടേണ്ടത്. പക്ഷേ ആ മോഡിയെ ആലിംഗനം ചെയ്യാൻ യാതൊരു മടിയുമില്ല. എന്നാൽ കേരളത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് എതിർപ്പുള്ള CPM-ന്റെ നേതാവായ പിണറായി വിജയനെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്ത് രാഷ്ട്രീയമാണ്? അവിടെയാണ് കേരളത്തിലെ UDF, ഞാൻ നേരത്തെ പറഞ്ഞത്, അത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ഈ KM ഷാജി എന്ന് പറയുന്ന ഒരു മന്ത്രി, അദ്ദേഹം വളരെ കൃത്യമായിട്ട് തന്നെ RSS വിജയത്വം പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ED കേസിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പൊ ആലോചിക്കണം. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഡീല് ഉണ്ടാക്കുന്ന ആരാണ്, BJP-യുടെ ഡീൽ ഉണ്ടാക്കിയത് ആരാണെന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കണം. വളരെ നന്ദി VPP മുസ്തഫ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച്.